കറി ലീഫിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ കളയാറുണ്ട്. കറി ലീഫ് കൊണ്ട് പല നല്ല റെസിപ്പീസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ കറി ലീഫ് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു രസമാണ്. കറി ലീഫ് കൊണ്ട് ഒരു രസമാണ്. സോ അതിന് ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഒന്ന് 2 ഡ്രോപ്പ് ഓയിൽ അതൊന്ന് ഫ്രൈ ചെയ്യുക. 2 ടേബിൾ സ്പൂൺ മല്ലി, 2-3 ഡ്രൈ റെഡ് ചില്ലി, 1/2 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഉലുവ, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ. സോ ഇതൊക്കെ ഒരു 2 ഡ്രോപ്പ് ഓയിൽ അതൊന്ന് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാം. ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ ആ ചൂടിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതൊന്ന് അരച്ച് എടുക്കാം. പിന്നെ അരച്ചെടുത്തു. പിന്നെ ഞാൻ ഓൾറെഡി ഒരു 1/4 കപ്പ് പരിപ്പ് കുറച്ച് നിറയെ വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചു. ഇങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് വാട്ടറി മാതിരി ആവണം ദാൽ. സോ അത് ഒരു ചീച്ചട്ടി എടുക്കാം. സോ ഈ പരിപ്പ് വെള്ളം അതിലിട്ടിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും അതിലിട്ടിട്ട് പിന്നെ കുറച്ച് കായം ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചത് അതിൽ ചേർക്കാം. കറി ലീഫ് ഒരു 1 ബിഗ് ബൗൾ അല്ലെങ്കിൽ ഒരു 1 മീഡിയം ടു ബിഗ് ബൗൾ കറി ലീഫ് എത്ര വെച്ചാൽ അത് ഒന്ന് കുറേയായിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഈ രസത്തിൽ അതിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പിന്നെ അവസാനം കുറച്ച് കൊത്തമല്ലി ഇടാം. പിന്നെ കുറച്ച് ചൂടാറിയ ശേഷം അത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ലെമൺ ഇട്ടിട്ട് തളിച്ചെടുക്കാം. സോ നല്ല ഒരു ടേസ്റ്റി രസമാണ്. ചോറിന് കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കാബേജ് ഉപ്പേരി, ഞാനിവിടെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കി, ഏതെങ്കിലും ഒരു പൊട്ടാറ്റോ അല്ലെങ്കിൽ കാബേജ് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു കോമ്പിനേഷൻ. ഈ വീഡിയോയിൽ കാണുന്ന പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഇൻട്രസ്റ്റഡ് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.